വലിയ നോമ്പിലെ 16-ാം ദിവസം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗത്തിൽ ഈശോ വലിയ ദുരിതത്തിൻ്റെ സമയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം കാണുമ്പോൾ ഓടിപ്പോകണമെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. കാലതാമസം വേണ്ട, പിന്നോട്ട് തിരിയേണ്ടതുമില്ല. വളരെ തീവ്രവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ശൈലിയിൽ ഈശോ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര തീവ്രത? കാരണം ചില അപകടകരമായ സ്ഥലങ്ങളിൽ നാം എങ്ങനെ സുഖകരമായി വളരുന്നു എന്ന് ഈശോയ്ക്ക് അറിയാം. സാവധാനം നമ്മെ നശിപ്പിക്കുന്നതിനോട് പോലും നാം പലപ്പോഴും പൊരുത്തപ്പെട്ടു പോകും. നാം സ്വയം പലപ്പോഴും പറയും, അതത്ര ഗുരുതരമല്ല, ഞാൻ പിന്നീട് മാറിക്കൊള്ളാം. എന്നാൽ പാപം എപ്പോഴും നിശബ്ദമായി ആരംഭിക്കുന്നു എന്ന് ഓർക്കുക. ആദ്യം നാം ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യും. പിന്നീട് ഒരു ദിവസം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളിലെ നിർണായകത്വത്തെക്കുറിച്ച് അവൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ആത്മാവിനെ അപകടത്തിലാക്കുമ്പോൾ അവിടെ ചർച്ചയ്ക്കോ വിട്ടുവീഴ്ചയ്ക്കോ ഒന്നും സാധ്യത കൊടുക്കരുത്. വൈകിക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. മനസ്സിൻ്റെ വൈകിയ മാറ്റം അത് പലപ്പോഴും മാനസാന്തരത്തെ അപകടത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗൗരവമേറിയൊരു സത്യമുണ്ട്. കഷ്ടതകളും ദുരിതവുമൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. വിശ്വാസം നമ്മെ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിവാക്കുന്നുമില്ല. ഇവിടെ ചുറ്റുപാടും യുദ്ധങ്ങളുണ്ടാകാം, ചില ഘടനകൾ തകരാം, വ്യവസ്ഥകൾ പരാജയപ്പെടാം, ആത്മീയ അന്തരീക്ഷങ്ങൾ പോലും ദുഷിച്ചു പോകാം. ഇവിടെ ഈശോ ശിഷ്യന്മാരെ ഒരുക്കുന്നത് ആശ്വാസത്തിനല്ല, പിന്നെയോ സഹിഷ്ണുതയ്ക്കാണ്. എന്നിട്ട് ഈ മുന്നറിയിപ്പിനുള്ളിൽ കരുണ മറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ആ ദിവസങ്ങൾ ചുരുക്കുമെന്ന് ഈശോ പറയുന്നു. തിന്മ ഒരിക്കലും പരിധിയില്ലാത്തതല്ല. അരാജകത്വത്തിന് പരമാധികാരവുമില്ല. ചരിത്രം പലപ്പോഴും അസ്ഥിരമായി കാണപ്പെടുമ്പോഴും നാം ഓർക്കേണ്ടത് നിയന്ത്രണം എല്ലായ്പ്പോഴും ദൈവകരങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഈ പുണ്യദിനങ്ങൾ ആത്മീയ ഒഴിപ്പിക്കലിൻ്റെ കാലമാണ്. എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ഹൃദയത്തെ പതുക്കെ നശിപ്പിക്കുന്നത്? നാളെയല്ല, ഇന്നു തന്നെ നാം ഓടിപ്പോകേണ്ട ആസക്തികൾ, നീരസങ്ങൾ, ശീലങ്ങൾ, ശത്രുത, രഹസ്യ വിട്ടുവീഴ്ചകൾ, ഇവ എന്തൊക്കെയാണ്? നമ്മെ ഭയപ്പെടുത്താനല്ല ഈശോ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത്, മറിച്ച് നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ്. കാരണം ജീവിതത്തിൻ്റെ കൊച്ചു അടിത്തറകൾ ഇളകുമ്പോൾ നമുക്ക് അഭയം നൽകുന്നത് ക്രിസ്തുവാകുന്ന തകർക്കപ്പെടാത്ത ആ ഒരേ ഒരു അടിത്തറ മാത്രമാണ്. മറ്റെല്ലാം പറിച്ചെടുക്കപ്പെട്ടാൽ അവൻ മതിയാകുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.